കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ലോ പഠിക്കാനായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം എന്നുള്ളതാണ്. +2 കഴിഞ്ഞ് ഒരു കുട്ടിക്ക് ലോ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് വിചാരിക്കുക, അതും നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ. നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളാണ് ലോ പഠിക്കാനായിട്ട് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓൾമോസ്റ്റ് 25 നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഒന്നിച്ച് നടത്തുന്ന ഒരു അഡ്മിഷൻ പ്രോസസ്സാണ് ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് വഴി. കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. +2 കഴിഞ്ഞൊരു കുട്ടിക്ക് 5 ഇയർ LLB ചെയ്യാനായിട്ട് ഈ എൻട്രൻസ് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. ഇതിന് +2ന് 45% മാർക്കാണ് വേണ്ടത്. അപ്പോൾ ഈ പറയുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ട് നമ്മൾ അവിടെ പഠിക്കണം? കാരണം അവിടുത്തെ സിലബസ്, അവിടുത്തെ എക്സ്പോഷർ, അതിൽ നിന്ന് ഒരു ലിറ്റിഗേഷൻ അല്ലാതെ പല മേഖലകളിലേക്കും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത്. അതായത് ലിറ്റിഗേഷൻ മാത്രമല്ല, കോർപ്പറേറ്റ് ലോ, സ്പോർട്സ് ലോ, ലീഗൽ ജേർണലിസം, ജുഡീഷ്യറി സർവീസ്, ഇങ്ങനെയുള്ള പല മേഖലകളിലും പോകാനായിട്ടുള്ള ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലുണ്ട്. ഇവിടെ ലോ പഠിച്ചതിന് ശേഷം എബ്രോഡ് പോയി സ്പോർട്സ് ലോയിലൊക്കെ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് വളരെ ഒരു നല്ല ചോയ്സാണ്. അപ്പോൾ +2ന് പഠിക്കുന്ന ഒരു കുട്ടി ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ കുട്ടികൾ സാധാരണഗതിയിൽ എല്ലാ എൻട്രൻസും ബോർഡ് എക്സാം കഴിഞ്ഞിട്ടാണ് വരുന്നത്, അല്ലേ? സോ +2ന് പഠിച്ചതിന് ശേഷം കുറച്ച് സമയം ആ പറയുന്ന എൻട്രൻസ് എക്സാമിന് റിവൈസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ഈ പറയുന്ന കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സമയം ലഭിക്കില്ല. കാരണം ബോർഡ് എക്സാമിന് മുന്നേയാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത്. അതായത് ഡിസംബർ മന്തിലാണ് ഈ പറയുന്ന ക്ലാറ്റ് എക്സാമിനേഷൻ നടക്കുന്നത്. സോ സീരിയസ് ആയിട്ടുള്ളൊരു ലോ ആസ്പിരൻ്റ് ആണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 10th കഴിഞ്ഞ് തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതായത് +1ന് പഠിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന എൻട്രൻസിനും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുമ്പോൾ എൻട്രൻസിൻ്റെ പാറ്റേൺ അറിഞ്ഞിരിക്കണം, എൻട്രൻസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നറിഞ്ഞിരിക്കണം, എന്താണ് എക്സാമിനേഷൻ്റെ മോഡ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പോൾ ഈ പറയുന്ന ക്ലാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ 2 മണിക്കൂർ ഓഫ്ലൈനിൽ നടക്കുന്ന ഒരു എക്സാമാണ്. ഓഫ്ലൈൻ മീൻസ് പെൻ ആൻഡ് പേപ്പർ മോഡാണ്. ഇന്ന് പല എൻട്രൻസ് എക്സാമിനേഷനും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CBD എന്ന് പറയും മോഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ക്ലാറ്റ് പെൻ ആൻഡ് പേപ്പർ മോഡാണ്. നമ്മൾ ക്ലാറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. കുറേ ക്വസ്റ്റ്യൻസ്, കുറേ പേപ്പർ നമുക്ക് കാണാം. കാരണം ഇതൊരു കോംപ്രിഹെൻസീവ് ലെവലിലാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ആ ഓപ്ഷൻസിൽ ശരി ഉത്തരം നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് മോഡിലാണ് തരുന്നത്. അതായത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി വേണം എഴുതാനായിട്ട്. ഈ പറയുന്ന എക്സാം ശരിക്കും പറഞ്ഞാൽ ആ ലീഗൽ പ്രൊഫഷന് സ്യൂട്ടബിൾ ആവുന്ന കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് നടത്തുന്നത്. അതായത് ഒരു ലോ പ്രൊഫഷനിൽ വരുന്ന ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു സ്കിൽ എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ടാവും കേസുമായി ബന്ധപ്പെട്ടത്. അത് വായിച്ച് അത് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് വേണം. ഒരു സമ്മറി കൊടുക്കാനായിട്ട് സാധിക്കണം. അത് തന്നെയാണ് ഈ എക്സാം വഴി ചെക്ക് ചെയ്യുന്നത്. സോ ഈ എക്സാം 2 hours ആണ്. 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. ഈ 120 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പല പല മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ അരിത്തമെറ്റിക് വരാറുണ്ട്. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വലിയ മാത്തമെറ്റിക്സ് ഒന്നും അല്ല അതിൽ വരുന്നത്. ബേസ് ലെവലിലുള്ള അരിത്തമെറ്റിക് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനാണ് ചോദിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും, അത് വായിച്ച് നമ്മൾ മനസ്സിലാക്കി അതുമായി ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു 3 ക്വസ്റ്റ്യനോ 5 ക്വസ്റ്റ്യനോ ഉണ്ടാവും. അപ്പം ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക. അതുപോലെ ലോജിക്കൽ റീസണിങ് ഉണ്ട്. അതിൽ പസിൽസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും, അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നമ്മൾ സോൾവ് ചെയ്യുക.
അപ്പോൾ ഇത് പാരഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയും വരുന്നത്. ഇത് കൂടാതെ പിന്നെ വരുന്നത് ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ക്ലാറ്റ് എക്സാമിന്. ഈ GK എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും അഡ്വൈസ് ചെയ്യും ഒരു ഇയർ ബുക്ക് വാങ്ങി പഠിക്കൂ, അല്ലെങ്കിൽ ഒരു ജനറൽ നോളേജിൻ്റെ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങി പഠിക്കൂ എന്ന്. പക്ഷേ ക്ലാറ്റ് എക്സാമിനെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പഠന രീതി അല്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ജനറൽ നോളേജ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കറണ്ട് അഫയേഴ്സിൽ നമ്മൾ വായിക്കുകയാണ് നൊബേൽ പ്രൈസ്, പീസ് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇന്ന വ്യക്തിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പാസേജ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. അതായത് ഒരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട പാസേജാണ്. പക്ഷേ ആ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും GK ക്വസ്റ്റ്യനും അതിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഈ വർഷം നൊബേൽ പീസ് പ്രൈസ് കിട്ടിയ വ്യക്തി ആരാണ് എന്നാണ്. അതേ സമയത്ത് ഈ പറയുന്ന പ്രൈസ്, നൊബേൽ പ്രൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏത് എന്ന് ചോദിക്കും. അത് GK ക്വസ്റ്റ്യൻ ആണ്. സോ ഈ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള GK ആണ് പലപ്പോഴും ക്ലാറ്റ് എക്സാമിന് വരാറുള്ളത്. സോ ഇത് രണ്ടും ഇൻ്റർലിങ്ക് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഒരു ബുക്ക് വാങ്ങി ഒരു സൈഡിൽ നിന്ന് GK പഠിച്ചതുകൊണ്ട് ക്ലാറ്റ് എക്സാമിന് ഉപയോഗപ്പെടില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ന്യൂസ് പേപ്പർ തന്നെയാണ്. അതും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ഏതായാലും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരു ന്യൂസ് പേപ്പർ വായിച്ച് ശീലിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ 2 രീതിയിലാണ് നമുക്ക് ബെനിഫിറ്റഡ് ആവുന്നത്. ഒന്ന്, കറണ്ട് അഫയേഴ്സ് ഇമ്പ്രൂവ് ആകും, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. കൂടാതെ നമ്മളുടെ ഒരു കോംപ്രിഹെൻഷൻ സ്കില്ല് കൂട്ടാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് പത്രം റെഗുലറായിട്ട് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും റീഡിംഗ് ഹാബിറ്റ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. റീഡിംഗ് ഹാബിറ്റ് ഇല്ലാത്തൊരു കുട്ടിക്ക് ക്ലാറ്റ് എക്സാം പാസ്സാവാനായിട്ട് സാധിക്കില്ല. സോ ക്ലാറ്റ് എക്സാം പാസ്സാവണമെങ്കിൽ നിങ്ങളുടെ വായനാശീലം കൂട്ടണം. കാരണം 2 മണിക്കൂർ എന്ന് പറയുന്ന സമയത്തിനുള്ളിൽ ഈ പറയുന്ന സബ്ജക്റ്റിൻ്റെ എല്ലാം പാസേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല റീഡിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അത് റീഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ റെഗുലറായിട്ടൊരു 15 മിനിറ്റ്സ് നമ്മൾ ടൈമർ വെച്ച് തന്നെ വായിച്ച് ശീലിക്കുക, കോംപ്രിഹെൻഡ് ചെയ്ത് ശീലിക്കുക. നമ്മൾ എഴുതി നോക്കുക, വായിച്ച ഒരു പാസേജിനെ കുറിച്ചിട്ട് ഒരു 2 ലൈനറോ 3 ലൈനറോ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് കോംപ്രിഹെൻഷൻ സ്കില്ല് കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ ഇത് കൂടാതെ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതുപോലെ തന്നെ കോംപ്രിഹെൻഷനാണ്. പാസേജിൻ്റെ മീനിങ് എന്താണ്, ഈ പാസേജിൽ എന്താണ് ഓഥർ വിചാരിക്കുന്നത്, അതിലേതായിരിക്കാം ശരിയായിട്ട് ഉള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യപ്പെടുന്നത്. പിന്നെ ആ പാസേജിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം ചോദിക്കാം, പിന്നെ ഓപ്പോസിറ്റ് മീനിങ് ചോദിക്കാം, പിന്നെ ഈ പറയുന്ന പോലെ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്സ് ചോദിക്കാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. ചിലപ്പോൾ ഗ്രാമറും വൊക്കാബുലറിയും ഇതുമെല്ലാം മിക്സ് ചെയ്ത് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിലും പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. പിന്നെ ഇതിന് എല്ലാം ഉപരി +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് അധികം എക്സ്പോഷർ ഇല്ലാത്തൊരു ഏരിയയാണ് ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ലീഗൽ ആപ്റ്റിറ്റ്യൂഡും ഈ പറയുന്ന എക്സാമിനുണ്ട്. അപ്പോൾ ഈ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഒരു പുതിയ മേഖലയായിരിക്കും. ഈവൻ ദോ നമുക്ക് +2 ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്നൊരു പേപ്പർ ഉണ്ട്, എങ്കിലും അതെല്ലാവരും എടുത്ത് പഠിക്കുന്നില്ല. കൂടാതെ ക്ലാറ്റ് എന്ന് പറയുന്നൊരു കോമൺ എൻട്രൻസ് ആണ്. സയൻസുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും എഴുതാവുന്നതാണ്. സോ അങ്ങനെ ഉള്ള ഒരു സമയത്ത് ഈ ലീഗൽ സ്റ്റഡീസ് എങ്ങനെ പഠിക്കുമെന്ന് കുട്ടികൾക്കൊരു ആശങ്ക വരാറുണ്ട്. അപ്പോൾ നമുക്ക് NCERTയുടെ വെബ്സൈറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. NCERTയുടെ വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ലീഗൽ സ്റ്റഡീസിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വായിക്കുന്നത് കൊണ്ട് നമ്മളുടെ ലീഗൽ അവയർനെസ് കൂടാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ആവശ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും നമ്മളുടെ റൈറ്റ്സ് എന്താണെന്നും ഡ്യൂട്ടീസ് എന്താണെന്നും എത്ര പാർട്ടുകളാണ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നോളജ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറിൽ വരാറുണ്ട്. അപ്പോൾ
ഇതൊക്കെയാണ് ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു സ്ട്രക്ചേർഡ് വേയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. +2വിൻ്റെ ഇടയിലാണ് ഈ എക്സാം വരുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന കുട്ടികൾക്ക് ഈ എക്സാം പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ലോ ആസ്പിരൻ്റ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും സമീപിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ലോ ആസ്പിരൻ്റ് ആണ്, നാഷണൽ ലെവലിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതേണ്ട എക്സാമിനേഷൻ ക്ലാറ്റ് ആണ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഈ എക്സാം വഴി നിങ്ങൾക്ക് ടോപ്പ് NLUസിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ ടോപ്പ് 3 NLUs എന്ന് പറയുന്നത് NLU ബാംഗ്ലൂർ, നൽസർ ഹൈദരാബാദ് ആൻഡ് NLU കൊൽക്കത്ത. കേരളത്തിലും നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ കൊച്ചിയിൽ. സോ നമ്മുടെ കേരളത്തിലും ഈ പറയുന്ന ഫെസിലിറ്റി അവൈലബിൾ ആണ്. സോ മറക്കാതെ നിങ്ങൾ ക്ലാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുക.